അപ്പോൾ സാധാരണക്കാർക്ക് ഒരു ചെറിയൊരു ഇൻവെർട്ടറൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ ഇതുപോലൊരു ബോർഡ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്കൊരു ഇപ്പോൾ ഒരു 9 വാട്ട്സിൻ്റെയൊക്കെ ബൾബൊക്കെ നമുക്കൊരു 4 ബൾബൊക്കെ നമുക്കിതിൽ ലോഡ് ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ ബാക്കപ്പും കിട്ടും. ഇതുപോലൊരു ബാറ്ററി നമുക്ക് കൊടുത്താൽ മതി. 12 വോൾട്ട് 7 ആംപിയറിൻ്റെ ബാറ്ററിയാണ്. നമ്മളെ UPS-ലൊക്കെ വരുന്ന ബാറ്ററി നമുക്കിതിൽ കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. പിന്നെ ഇതിൽ ഈ ഒരു പോർട്ട്, ഈ ഒരു പോർട്ടിലാണ് നമുക്കിതിലൊരു ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. മെയിൻ ഓൺ ഓഫ് സ്വിച്ചാണിത്. ഈ ഒരു പോർട്ടിൽ കൊടുക്കുക. അതിൽ നമുക്കിതാ ഇതുപോലെ ഈ ഒരു സ്വിച്ചും ഈ ഒരു ക്ലിപ്പും, നമുക്ക് സ്വിച്ച് വരില്ല ഇതിൻ്റെ കൂട്ടത്തിൽ. ഈ ഒരു കണക്ടർ നമുക്ക് ഈ കൂട്ടത്തിൽ കിട്ടും. അപ്പോൾ ഇത് ഈ ഒരു ഭാഗത്ത് കൊടുക്കുന്നത് AC കണക്ഷനാണ്. നമ്മൾ AC വയറാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് കൊടുക്കേണ്ടത്. 220 വോൾട്ട് നമുക്ക് ഈ ഒരു പിന്നിലും ഇങ്ങറ്റത്തെ ഈ ഒരു പിന്നിലുമാണ് നമ്മൾ 220 വോൾട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ നടുക്കത്തെ ഈ പിന്ന് വഴിയാണ് നമ്മൾ ലോഡ് കൊടുക്കേണ്ടത്. അതായത് നമ്മൾ ബൾബിലൊക്കെ കണക്ഷൻ കൊടുക്കുന്നത് ഈ നടുക്കത്തെ വഴിയാണ്. അപ്പോൾ ഈ നടുക്കത്തെ ഒരു വയർ പോസിറ്റീവും നമുക്ക് ഈ ഒരു വയർ നമുക്ക് കോമൺ ആയിട്ട് നെഗറ്റീവായിട്ട് കണക്കാക്കാം. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു AC-യുടെ കണക്ഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിലൊരു 3 ഇൻഡിക്കേറ്ററും വരുന്നുണ്ട്, 2 റെഡും 1 ഗ്രീനും. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു റെഡിൽ എന്ന് പറഞ്ഞാൽ മെയിനാണ്. അതായത് നമ്മളെ ഗ്രിഡിൻ്റെ നമ്മളൊക്കെ ലൈന് ഓണായി കിടക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇത് മെയിൻ ഓണായി തന്നെ കിടക്കും. രണ്ടാമത് നമ്മളെ ചാർജിങ് ടൈമിൽ ഇത് ബ്ലിങ്ക് ചെയ്യും. നമ്മളെ ബാറ്ററി ചാർജ് ചെയ്ത് ഫുൾ ചാർജ് ആയിക്കഴിഞ്ഞാൽ ഇത് സ്റ്റഡി ആയിട്ട് നിൽക്കുകയും ചെയ്യും. ബാറ്ററി ചാർജ് ആകുന്ന ടൈമിൽ ഇത് ബ്ലിങ്ക് ചെയ്യുകയും ചെയ്യും. ഇത് മെയിൻ LED ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കറണ്ട് പോകുമ്പോഴത്തേക്കും നമ്മളെ ഇൻവെർട്ടർ ഓൺ ആവുമല്ലോ. കറണ്ട് പോകുന്ന ടൈപ്പിൽ ഈ റെഡ് LED ഓഫായി ഈ ഗ്രീൻ LED ഓൺ ആവും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത് നമ്മൾ ഈ ഒരു ഇൻവെർട്ടർ മോഡിലാണ് നമ്മൾ ഈ ഒരു ഇത് വർക്കാവുന്നതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇത് ഫാൾട്ട്, എന്തെങ്കിലും രീതിയിലൊരു ഫാൾട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു റെഡ് LED കത്തും. അപ്പോൾ ഇതിൽ ഒരുപാട് കണക്ഷനും കാര്യങ്ങളൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് എടുത്ത് കൊടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ 2 വയർ വരുന്നുണ്ട്. ഇത് നമ്മളെ ബാറ്ററിയിലേക്ക് കൊടുക്കാൻ പറ്റിയ 2 വയറാണ്. അപ്പോൾ 7AH ബാറ്ററിയാണ്, 12 വോൾട്ട് 7AH ബാറ്ററിയാണ് നമ്മളിതിൽ കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. 12 വോൾട്ട് 7AH നമ്മൾ സ്വിച്ചിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ മെയിൻ ഓൺ ഓഫ് സ്വിച്ച്. അപ്പോൾ നമുക്കിപ്പം ഈ ലൈൻ ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പം ഈ ഗ്രീൻ LED ഓണായി കിടക്കുന്നത്. നമ്മളിപ്പോൾ 220 വോൾട്ട് കൊടുത്തിട്ടില്ല. 220 വോൾട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ റെഡ് LED ഓണാവും. ഈ ഒരു വയറിൽ നമ്മൾ ഈ വയറൊക്കെ നമ്മൾ കൊടുത്തിട്ടിട്ടുണ്ട്. ഓണായി കാണിക്കാം. ഞാൻ ഇപ്പോൾ 220 വോൾട്ടിന് എടുത്തിട്ടിരിക്കുന്നത് ഇവിടെ കാണാൻ മനസ്സിലാവും. ഈ ഒരു റെഡ് വയർ നമ്മൾ കറണ്ടിൽ കൊടുക്കുന്നതിനായിട്ടും ഈ ഒരു ബ്ലാക്ക് വയർ കോമൺ ആയിട്ടും ഇട്ടിട്ടുണ്ട്. നമ്മൾ 220 വോൾട്ടിൽ തന്നെ ഈ ഒരു ബ്ലാക്ക് വയറിൽ നിന്ന് തന്നെ നമ്മൾ ഈ ഒരു ബൾബിലും കൊടുത്തിട്ടുണ്ട്. ഓരോ വയർ നമ്മൾ ഈ ഇൻവെർട്ടർ ലൈനിൽ ലോഡിലോട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ 220 വോൾട്ട് കൊടുക്കാതെ തന്നെ ഇതിപ്പോൾ ഓണാവും. ബൾബ് ഓണായിട്ടുണ്ട്. അപ്പോൾ ഗ്രിഡിൽ ഞാനിപ്പോൾ കൊടുത്തിട്ടുണ്ട് 220 വോൾട്ട് കൊടുത്തിട്ടുണ്ട്. 220 വോൾട്ട് കൊടുത്തപ്പോഴത്തേക്കും എന്താണ് ഇവിടെ ഈ റെഡ് LED ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം നമ്മൾ ഈ ഒരു ബാറ്ററി ചാർജ് ആവുന്നത് കൊണ്ടാണ് ഈ റെഡ് LED ബ്ലിങ്ക് ചെയ്യണത്. അപ്പോൾ ബാറ്ററി ഫുള്ളായി കഴിഞ്ഞാൽ ഇത് സ്റ്റഡി ആയിട്ട് തന്നെ നിൽക്കും, കത്തി തന്നെ നിൽക്കും ഈ ഒരു LED. അപ്പോൾ ഞാനിപ്പോൾ ലൈൻ ഒന്നും കൂടെ ഓഫ് ചെയ്ത് കാണിച്ചു തരാം. ലൈൻ ഓഫ് ചെയ്തിട്ടുണ്ട്. വീണ്ടും ഇൻവെർട്ടർ മോഡിലോട്ടായിട്ടുണ്ട്. 50 വാട്ട്സിൻ്റെ സോളാർ പാനൽ വരെ നമുക്കിതിൽ കൊടുക്കാൻ പറ്റും. നമ്മളെ സോളാർ പാനലിൻ്റെ DC കണക്ടറാണിത്. ഒന്ന് കൊടുത്ത് കാണിക്കാം. അപ്പോൾ സോളാർ പാനൽ കൊടുത്തപ്പോഴത്തേക്കും നമ്മളെ ഈ ഒരു ബൾബ് ഓഫായി, ഇൻവെർട്ടർ ഓഫായി. ഇപ്പോൾ മെയിൻസിലോട്ടാണ് കിടക്കുന്നത്. അത് നമ്മളെ സോളാർ പാനൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഇൻവെർട്ടർ ഓൺ ആവില്ല. ഇപ്പം അതായത് നമ്മളെ സോളാർ പാനൽ ഇപ്പം നമുക്ക് ലൈറ്റ് ഇല്ല, സോളാർ പാനലിൽ സൂര്യപ്രകാശം ഇല്ല, ഇരുട്ടായി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കണക്ടർ എടുത്ത് മാറ്റിയില്ലെങ്കിലും നമ്മളെ ഇൻവെർട്ടർ ഓണാവും. അതായത് നമുക്ക് നമ്മളെ നൈറ്റ് ലൈറ്റൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും LDR സെൻസർ ഇടുമല്ലോ. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ ഈ സോളാർ പാനൽ നമ്മൾ ഇതുവഴി ചാർജ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ പകൽ ഈ ഒരു ബോർഡ് ഇൻവെർട്ടർ ലൈനിലോട്ട് ഓണാവില്ല. പക്ഷേ DC ഔട്ട്പുട്ട് കിട്ടും. രണ്ടാമത്
നമ്മൾ രാത്രി ആയിക്കഴിഞ്ഞാൽ ഈ സോളാർ പാനൽ കണക്ടർ ഊരിയില്ലെങ്കിലും രാത്രി ആയിക്കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു ഇൻവെർട്ടർ ബോർഡ് ഓണാവും. പകൽ സമയത്ത് നമുക്ക് ഈ ഇൻവെർട്ടർ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സോളാർ പാനൽ ഊരേണ്ടി വരും. ഇതാ സോളാർ പാനൽ ഊരിയപ്പോഴത്തേക്കും ഇൻവെർട്ടർ ഓണായിട്ടുണ്ട്. ഒന്ന് കൊടുക്കാം, ഇതാ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇൻവെർട്ടർ ഓഫായി. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്കൊരു സ്ട്രീറ്റ് ലൈറ്റൊക്കെ സെറ്റ് ചെയ്യാം. നമുക്ക് രാത്രി മാത്രം ലൈറ്റ് കത്തിയാൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്കിത് ഈ ഒരു ബോർഡ് നമുക്കൊരു കവറിനകത്തൊക്കെ ആക്കി ഒരു കേസൊക്കെ ഉണ്ടാക്കി നമുക്ക് സെറ്റ് ചെയ്ത് സ്ട്രീറ്റ് ലൈറ്റൊക്കെ മോഡലൊക്കെ സെറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇത് കൂടാതെ നമുക്ക് DC ഔട്ട്പുട്ട് ഇപ്പോൾ സോളാർ കൊടുക്കുമ്പോഴത്തേക്കും നമുക്കൊരു DC ഔട്ട്പുട്ട് നമുക്ക് വൈഫൈ മോഡൊക്കെ നമുക്കിതിൽ ഉപയോഗിക്കാം. DCയിൽ വർക്ക് ചെയ്യണ എല്ലാ സാധനം 12 വോൾട്ടിൽ വർക്ക് ചെയ്യണ എല്ലാ സാധനവും നമുക്കിതിൽ ഉപയോഗിക്കാൻ പറ്റും. എന്താ കാണിക്കാം, മോഡത്തിൻ്റെ ലൈറ്റ് ഇത് ഓണായി കിടപ്പുണ്ട്. ഇതാണ് DCയിൽ 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സാധനവും നമുക്ക് ഈ സോളാർ പാനൽ ഉപയോഗിച്ച് കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കിത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. നമ്മളെ ഈ ഒരു AC ഇൻവെർട്ടർ ഓണാവില്ല എന്നുള്ളതേ ഉള്ളൂ. ബാക്കി നമുക്ക് DC നമുക്ക് വർക്കാക്കാൻ പറ്റും. ഞാൻ ഈ ഒരു ബൾബ് ഓണാക്കി കാണിക്കാം. DCയിൽ പ്രവർത്തിപ്പിക്കുന്ന ഒരു ബൾബാണിത്. അപ്പോൾ അത് സോളാർ പാനൽ കൊടുത്തിട്ട് വയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ 12 വോൾട്ടിലെ DC ബൾബ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതാണ്. അപ്പോൾ ഇതുണ്ട് DVR നമുക്കിതിൽ കൊടുക്കാം. അപ്പോൾ ക്യാമറയും DVR ഒക്കെ നമുക്ക് കൊടുത്ത് ഇതുപോലൊരു സെറ്റപ്പിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ രാത്രി ആകുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇൻവെർട്ടറിലോട്ട് പോയി നമ്മളെ ബൾബ് ഓണാവും. അപ്പോൾ ചെറിയൊരു പൈസയ്ക്ക് നമുക്കിത് സെറ്റാക്കാൻ എടുക്കാനും പറ്റും. അപ്പോൾ 650 രൂപയാണ് ഈ ഒരു ബോർഡിൻ്റെ പ്രൈസ് വരുന്നത്. നമുക്ക് ഈ ഒരു ബാറ്ററി വരുന്നത് 700-750 രൂപയാണ് നമുക്ക് ഈ 7Hൻ്റെ ഒരു ബാറ്ററി വരുന്നത്. അപ്പോൾ 9 വാട്ട്സിൻ്റെ ഒരു 3-4 ബൾബ് നമുക്ക് ഇതിൽ ലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ DC ഔട്ട്പുട്ടിൽ നമുക്ക് എത്ര വേണമെങ്കിലും ലോഡ് ചെയ്യാൻ പറ്റും. കാര്യം നമ്മളെ ബാറ്ററിയുടെ കപ്പാസിറ്റി അനുസരിച്ച് നമ്മളെ സോളാർ പാനലിൻ്റെയും കപ്പാസിറ്റി അനുസരിച്ച് നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും. DVR കൊടുക്കാം, വൈഫൈ മോഡം കൊടുക്കാം. ഇപ്പോൾ 12 വോൾട്ടിൽ പ്രവർത്തിക്കണ നമുക്ക് LED ലൈറ്റുകൾ ഉണ്ട്. അത് നമുക്ക് ഇതുവഴി ഈ DC ഔട്ട്പുട്ട് വഴി കൊടുക്കാൻ പറ്റും. അപ്പോൾ സോളാർ പാനൽ കൊടുക്കുന്നത് 50 വാട്ട്സ് വരെ നമുക്കിതിൽ കൊടുക്കാൻ പറ്റും. 12 വോൾട്ട് 50 വാട്ട്സ് വരെ നമുക്ക് സോളാർ പാനലും കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക.